നല്ല മനോഹരമായ ദിനങ്ങളായിട്ടുണ്ട്. മേളിൽ വന്ന കുറച്ച് കമന്റ്സുകളാണ്. ഇന്നതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് കാര്യം. ഇന്നേക്കൊരു പൊടി. ആദ്യത്തെ കമന്റ്, ബാബു സ്വാമിക്ക് എപ്പോഴും ഒരു കള്ള ലക്ഷണമുണ്ടോ? അല്ലോ, ഇത് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നല്ല അമ്പോറ്റി മനുഷ്യൻ. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമ. കുറെ പേര് അതിൽ നിന്ന് നല്ല റവന്യൂ ആക്കിയവരോട് എല്ലാരോടും പറയുന്നു 755888 3 ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ക്യാഷ് ഇടുക. ലക്ഷം ആൾക്കാരുണ്ട് നിങ്ങളുടെ ചാനലില്. 20 ലക്ഷം പേരുടെയും ഹൃദയത്തിനകത്തും പോട്ട് ചെന്ന് തറച്ച് മുള്ളു കുന്തം പോലെ കുത്തി ഇറക്കട്ടെ. ഇതിന്റെ അടിയിൽ വന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും വന്ന് എഴുതി വെക്കുക കൊണ്ടുവന്ന് പൂരത്തെറി വിളിക്കും മക്കളെ. അവിടെ തൊലിഞ്ഞ ഒരു മോന്തം വെച്ചോണ്ടിരിക്കുന്ന ചെവിക്കനോ അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. എല്ലാം കൊള്ളാം, ഇവരൊന്ന് തെറി പറയാതെ ഇരുന്നൂടെ? നീ എന്നെ നശിപ്പിച്ച് കിടങ്ങുമല്ലടാ. ആ ആൾക്ക് തെറി കേൾക്കാതിരിക്കാതിരുന്നൂടെ? എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. അടുത്തത്, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല, അതാണ് നാഗയും. എന്തോന്ന് ചോദ്യം സാറേ. തീയില് ഒന്നും കുരുത്തിട്ടില്ല, എല്ലാം കരിഞ്ഞു പോയിട്ടേ ഉള്ളൂ. പറശ്ശിനിക്കടവ് മുത്തപ്പ മാങ്ങാന്ന് പറയുമ്പം തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേൾക്കുന്നേ. മോനെ അതായത് അത്ര സ്ട്രോങ് ആണെന്നാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ശരിക്കും ആരാണ് നാഗേച്ചിയുടെ ബാബുസ്വാമി? ഒരാള്. നിങ്ങൾ എന്റെ ആരാ? നമ്മള് ഒരു ബന്ധവും ഇല്ല. മനുഷ്യന് ഞാനോട് യാതൊരു ബന്ധവും ഇല്ല. അധികം സാധനങ്ങളും എല്ലാം ചെലവുകൾ. മോനെ വരവിനേക്കാൾ കൂടുതൽ ചിലവുകളാണ്. ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. സ്ഥിരമായി സിനിമയിൽ അഭിനയിച്ചുകൂടെ? ഫാൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ആരാധകരൊന്നുമില്ല. തമാശ, അതായത് താങ്കളുടെ എനിക്ക് തമാശ ഒന്നും ഇഷ്ടമല്ലോ കുട്ടികള്. തമാശ പറഞ്ഞ എനിക്ക് ശീലമില്ല മോനെ. ആയിരുന്നു. ശ്രദ്ധിക്കണം. എന്റെ കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? പേഴ്സിൽ വെക്കാനാ. ആയിരുന്നു. മേഘം എന്നുള്ളതിന്റെ ഇയാളെ പഠിപ്പിക്കൊന്നും വേണ്ട. പാസ്റ്റ് കഴിഞ്ഞു പോയത്. ഇതെന്താ നഴ്സറി സ്കൂളാ? വെളിച്ചത്തോട് വന്ന് എനിക്ക് അനുഗ്രഹം നൽകിയിട്ട് പോയി. ആത്മാവിന്റെ എന്റെ സ്പർശനം കൊണ്ട് കോൾമയർ കൊള്ളുന്നു എന്ന് പറയും. കുട്ടികൾ ഉണ്ടാവുന്നില്ലെന്നെല്ലാം പറഞ്ഞോണ്ട് വരും. പൊന്നു മക്കളെ, എന്റെ അടുത്ത് വന്നാൽ നിങ്ങക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല. ശാപം തിരിച്ചു വലിക്കുമെന്ന്. എനിക്ക് വലിക്കില്ല. കാരണം എന്താന്നറിയോ, ഞാൻ ആത്മാവാ. ഞാൻ പോവാ. ആത്മാവിന് ശാപം ഏക്കത്തില്ല. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. മോൻ നല്ലൊരു സർപ്പക്കാരനാ. നല്ല സൗന്ദര്യമുണ്ട്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ. എന്തിനാ വിവാഹം കഴിക്കുന്നത്? അതുപോലെ സർട്ടിഫിക്കറ്റിൽ വേറൊരു തന്തയായിരിക്കും, കുട്ടികളുടെ അച്ഛൻ വേറെ ആയിരിക്കും. അനക്കാരുടെ ഒരു പേര് ലൂസാന്ന് പറഞ്ഞേ, അനക്കൊരു പേര് കൂടുതൽ. ആരെങ്കിലും അറിയുന്നുണ്ടോ? അത് ആ പെണ്ണിന് മാത്രമേ അറിയത്തുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. അവളുമാരും പക്ക കളികളൊന്നും പറയത്തതുമില്ല. അണ്ണന് വയറിഞ്ഞ് ബുദ്ധി തന്നെ. എല്ലാവർക്കും നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കണം, എങ്കിലേ നമുക്കും ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുള്ളൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.